പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാടും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. നേരത്തെ കുന്നംകുളത്ത് ചെറിയ ഭൂചലനമുണ്ടായി. പാലക്കാട് തിരുമുറ്റക്കോടാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. രാവിലെ 8:15 നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, ഭൂചലനം നേരിയ ഭൂചലനമായിരുന്നുവെന്നാണ് അത് ആളുകൾക്ക് അനുഭവപ്പെട്ടു അല്ലേ? അരുൺകുമാർ, തീർച്ചയായും ഇന്ന് രാവിലെ 8:15 പാലക്കാട് തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. പ്രധാനമായും വടക്കേ വെള്ളടിക്കുന്ന് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഭൂചലനം കുറച്ചും കൂടി വലിയ തോതിൽ അനുഭവപ്പെട്ടത്. അവിടെയുള്ള ചില കമ്പനികളിലെയും മെഷീനറികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ശബ്ദത്തോടെ കുലുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആളുകൾ പറയുന്നത് വലിയൊരു ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ്. 3 മുതൽ 4 സെക്കൻഡ് വരെ ഈ ഭൂചലനം തുടർന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. ചില വീടുകളിലെ അടുക്കളകളിൽ അടുക്കി വെച്ചിരുന്ന പാത്രങ്ങളും നിലത്ത് വീണു. ഇതോടുകൂടി ആളുകൾ പരിഭ്രാന്തിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തുടർ ഭൂചലനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആശങ്കപ്പെടേണ്ടതുള്ളത്. ഏതായാലും 3.0 താഴെ മാത്രമാണ് ഈ ഭൂചലനത്തിന് ഇപ്പോൾ ഏതായാലും തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടി ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടതാണ് ആളുകളെ വലിയ രീതിയിൽ പരിഭ്രാന്തി ആക്കിയത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ തിരുമറ്റക്കോടും ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, പാലക്കാട് തിരുമറ്റക്കോടും ചെറിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. തീവ്രത 3 താഴെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കുന്നംകുളത്തും നേരിയ ഭൂചലനമാണ് രാവിലെ ഉണ്ടായത്.